ഞാനിപ്പോൾ നിൽക്കുന്നത് താനൂർ എടക്കളപ്പുറം SSM ഹൈസ്കൂളിന്റെ മുൻപിലാണ്. ഇവിടുത്തെ പ്രധാന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നത്. സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ ബസ് കാത്തു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇവിടെ രൂക്ഷമാണ്. അതിന്റെ ഒരു വിഷയമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ അപകടരഹിത മേഖലയാക്കി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ദീർഘകാലമായി ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. ഇതിന്റെ ഒരു വളവ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിടുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികളും നാട്ടുകാരും വാഹനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വലിയൊരു അപകട സാധ്യതകൾ നിലവിലുണ്ട്. നേരത്തെ തന്നെ ഒരു വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ടും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങള് കൃത്യമായി ഒരു ബസ് സ്റ്റോപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ സംവിധാനിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാവുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീരദേശത്തെ എടക്കടപ്പുറം രായമംഗലം SMM ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിലെ വളവാണ് പ്രധാന പ്രശ്നം. പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമില്ല. ഇത് നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം പരിഗണിക്കാൻ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ റോഡരികിൽ മഴയത്തും വെയിലത്തും ബസ്സിനായി കാത്തു നിൽക്കുന്നതാണ് കാഴ്ച. റോഡരികിലൂടെ നടക്കാൻ പോലും സൗകര്യമില്ലാത്തതും പ്രധാന പ്രശ്നമാണ്. 2 പള്ളിയും മദ്രസയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന LP സ്കൂളും സ്ഥിതി ചെയ്യുന്ന വളവോട് കൂടിയ സ്ഥലമാണ് ഇവിടെ. വിദ്യാർത്ഥികൾക്ക് സുഗമമായി ബസ് കാത്തു നിൽക്കാൻ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നുള്ളത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇത് സാധ്യമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നും നാട്ടുകാർ വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നു. 2 പള്ളിയും മദ്രസയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന LP സ്കൂളും സ്ഥിതി ചെയ്യുന്ന വളവോട് കൂടിയ സ്ഥലമാണ് ഇവിടെ. വിദ്യാർത്ഥികൾക്ക് സുഗമമായി ബസ് കാത്തു നിൽക്കാൻ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നുള്ളത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇത് സാധ്യമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നും നാട്ടുകാർ വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നു. ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്കൂൾ വിട്ടാൽ കുട്ടികൾ ഇങ്ങനെ നിൽക്കണം. 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 5-6 വരെ നിൽക്കണം. എന്നാലും ബസ് കിട്ടുള്ളൂ. ഇവിടെ ബസ് സ്റ്റോപ്പില്ല. കുട്ടികൾക്ക് നിൽക്കാൻ ബസ് സ്റ്റോപ്പില്ല. കുട്ടികളിങ്ങനെ നിൽക്കേണ്ടി വരും. ബസ് സ്റ്റോപ്പില്ല. വാഹനങ്ങളൊക്കെ വളരെ അങ്ങനെ കുറവാണ്. പിന്നെ 3-4 ബസ്സേ ഉള്ളൂ. അത് ഈ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെ മറ്റുള്ള വാഹനത്തിലാ പോവാന്. ഈ പോവാൻ അത്ര വരെ നേരം വരെ നിൽക്കേണ്ടി വരും. 4 മണിക്ക് സ്കൂൾ വിട്ട് 6 മണി വരെ കുട്ടികൾ നിൽക്കേണ്ടി വരും. പ്രശ്നങ്ങൾ അതന്നെ. വണ്ടിയെങ്കിലും ചില ബസ്സുകൾ നിർത്തൂല. നിർത്താതെ പോയിക്കോളാം കുട്ടികളെ കണ്ട് പേടിച്ചിട്ട്. അങ്ങനെ ഉണ്ട്.